ഗായ്സ്, അപ്പോൾ നമ്മളൊന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് വീഡിയോ ആണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ ഉടനെ തന്നെ പോയി പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണാൻ വരിക. അപ്പോൾ നമ്മൾ തുടക്കുന്നത് തന്നെ ഒരു മൈനിങ് എന്നാണ്. മൈനിങ് എന്ന് വെച്ചാൽ വലിയൊരു മൈനിങ് എന്നല്ല, അങ്ങോട്ട് ഡയമണ്ടാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഡയമണ്ട് ലക്ഷ്യം ഇപ്പോൾ നമുക്ക് ഡയമണ്ട് ആകുമ്പോൾ എത്തണം എങ്ങനെയെങ്കിലൊക്കെ. അതാണ് പുറത്തെ പ്ലാൻ. എൻ്റെ പ്ലാൻ കുറേ ടോർച്ച് ഉള്ളതുകൊണ്ട് കുറച്ച് നല്ലപോലെ കളിക്കാൻ പറ്റുന്നു. ഇനി ആർക്കും കാണുന്നില്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റ്നസ് നല്ല കൂട്ടിയിട്ടുണ്ട്. ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയതുകൊണ്ട് കുറച്ചുകൂടി കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഇഹാൻ എന്ന് പറയുന്ന എഡിക്റ്റ് മാസ്റ്റർ ഇഹാൻ എന്ന് പറയുന്ന എൻ്റെ ഒരു അനിയനുണ്ട്. അനിയെന്ന് അറിയത്തില്ല, എൻ്റെ താത്താൻ്റെ മകൻ, എൻ്റെ അങ്ങനെ പറയാം. അവൻ്റെ വീഡിയോ ഒരു ബ്ലോക്ക് കൊടുത്തിട്ട് ഇത് രണ്ടും അങ്ങോട്ട് എടുത്ത് കളയാം. അപ്പോൾ നമ്മളിത് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിക്കാക്സ് വെച്ചിട്ട് മൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോർച്ച് വെക്കാം. ഇവിടെ അപ്പോൾ ഡയമണ്ട് മൈൻ ചെയ്തു. ഡയമണ്ട് ആ ലക്ഷ്യം. അപ്പോൾ ഡയമണ്ട് എത്തും നമ്മൾ ഉറപ്പാണ്. ഡയമണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡേർട്ട് ഇവിടെ ഉണ്ട്. ഡേർട്ട് എത്തിയത് പിന്നെ ഡേർട്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അടിയിലൊരു കേവ് ഉണ്ട്. നമ്മൾ ഈ കേവ് മൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഒരു സ്റ്റോൺ വുഡ് അമ്പിളിക്കുക വെച്ചിട്ട് ഒരു 2-3-4 ഓക്ക് ഉണ്ടാക്കി പെട്ടെന്ന് പോയി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് ഉണ്ടാക്കാം. ഇനി സാധാരണ നോർമൽ ഓക്കാണ്. പിക്കാക്സ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മൈനിങ് തുടരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൈനിങ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോർച്ച് വെക്കുന്ന ടൈം ആവുന്നുണ്ട്. അടുത്ത ടൈം ആയി. ഇനിയിപ്പോൾ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. അതാണ് കാര്യം. അയൺ കിട്ടി. നമ്മൾ ആദ്യത്തെ അയണായി. ഇപ്പോൾ നമുക്ക് ആർമർ ആകാനുള്ള അയൺ ഇതിലുണ്ടാവും. കുറേ ഉണ്ട്. മോർ മെനി. പ്ലീസ് കുറച്ചുകൂടെ ഈ ഒരൊറ്റ ബ്ലോക്കിന് ഇത്ര കിട്ടിയെന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. ഇനി ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇതും പോയത്. ഇവിടെ ലാപ്പിസ് ലിസായില്ല. പിന്നെ എൻചാൻറ്റ് ചെയ്യാൻ സിമ്പിളായി. ചിലർ വരുന്നത് ക്രിയേറ്റീവ് പോയി ഉണ്ടാക്കിയതാണ്. സത്യമായിട്ട് അത് ക്രിയേറ്റീവ് പോയി ഉണ്ടാക്കിയതല്ല ഗായ്സ്. ഇത് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ കിട്ടിയതാണ് ഗായ്സ്. പിന്നിങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മൈൻ ചെയ്ത് ഒന്നും ഉണ്ടാവില്ല ഗായ്സ്. ഒന്നും ഇന്നില്ലാന്നോ. ഇവിടെ ചിലപ്പോൾ ഇനി എന്തെങ്കിലും കണ്ടത് ഒക്കെ. നമ്മൾ ഇവിടുത്തെ മൈനിങ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കണ്ട്
പൂട്ട ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കളിക്കാൻ കാരണം സുധി എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ട്. അപ്പോൾ മിക്ക പേർക്കും അയാൾ അറിയാമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യൂട്യൂബറാണ്, നല്ല IQ പ്ലെയറാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ സുധി ഇത് കൊണ്ട് പഠിച്ചതാണിത്. ഇപ്പം ഡയമണ്ട് എത്താനായിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ കുറച്ച് എത്തിയിട്ടുള്ളൂ. ഡയമണ്ടിന് ചെന്നുണ്ട് കുറേ ബ്ലോക്ക്. അപ്പോൾ നമുക്കൊരു 1 or 2 സാക്ക് കിട്ടിയിട്ടുണ്ടാവും. ഗോൾഡ് ഇപ്പം എന്തിനാ? ഇത് ഇൻവെൻട്രി ഉള്ളതോ? ഷിയർ കോള് അല്ലാത്ത ഈ സീഡ് ഓക്കെ. ഇനി ഈ ഗോൾഡ് കൊണ്ടെടുക്കാം. എടുത്തിട്ട് ഇതാ ഡിസ്പ്ലേ പോയിക്കോട്ടെ. സീഡ് പോയിട്ട് നമുക്ക് അത്രയും ഒറ്റ സ്റ്റോപ്പിക്കാക്കുണ്ട്. അതിൻ്റെ അവിടെ മൈൻഡ് ചെയ്യാം. പറ്റിയാണ് എന്തിനാ വിളിച്ചു. ഇപ്പോൾ ടൂളായിട്ട് ഇന്നിനൊന്നും ഹാൻഡ് പിക്കാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ കാശും ഹാൻഡ് പിക്കാക്സ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ബിഗ് ലെവൽ എത്തിയൊക്കെ ഡയമണ്ട് കിട്ടണം എന്തായാലും. പ്ലീസ് ഗീവ് മീ എ ഡയമണ്ട്. ഒരു ഡയമണ്ട് കിട്ടിയ ഈ പാർട്ടിയിലെ ഫസ്റ്റ് ഡയമണ്ട് അതായിരിക്കും. അവസാനിച്ചു എങ്ങനെയല്ലോ ഇങ്ങോട്ട് വേണ്ടി അത് പൊട്ടിക്കാൻ പറ്റാത്ത ബ്ലോക്കാണ്. ഒരു വീട് അവസാനിച്ചപ്പോൾ ആണ്. അപ്പോൾ അയാൾ ആവശ്യത്തിനുണ്ട്. നമ്മൾക്ക് ടോർച്ചൊന്ന് കുറച്ച് അത്യാവശ്യമുണ്ട്. ഇപ്പോൾ തോന്നുന്നു നമുക്ക് ഫുൾ അയൺ ആർമർക്ക് മാറാനുള്ള അയൺ പോകുന്ന കിട്ടിക്കണം. പക്ഷെ നമ്മൾ മൈനിങ് സ്റ്റാർട്ട് തന്നെ ചെയ്യുന്നു. ഈ സൈഡൊക്കെ അങ്ങോട്ട് മൈൻ ചെയ്തുക. കോൾ അയൺ തോന്നുന്നു. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വേൾഡ് ഒരു ഡയമണ്ട് ഇല്ല. ഇപ്പോൾ നമ്മളിങ്ങനെ മൈൻ ചെയ്ത് മേലൊക്കെ മൈൻ ചെയ്ത് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ മൊത്തം ആണില്ല. അപ്പോൾ ചാടി കിടന്നിട്ട് ബാത്റൂം പിക്കാക്സ് കിട്ടി. ഇപ്പോൾ ഇതിൽ നോക്കി ഇൻവെൻട്രിയിൽ വേറെ പിക്കാക്സ് ഒരു ഹാൻഡ് പിക്കാക്സ് മൈ ലക്ക് എന്ന് പറയട്ടെ. ഞാനൊരു വേറെ ഹാൻഡ് പിക്കാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് കിട്ടി. നമുക്ക് അയാൾ കിട്ടുകയില്ല. ഇനി അയാൾ എന്താ വെച്ചാൽ അയാളിന് കൊടുത്തെങ്കിലും പോകാണ്ടാവും. ചിലപ്പോൾ അത് സാധിക്കാം. അല്ലെങ്കിൽ
അയാളിന് ചിലപ്പം അസുഖം വന്നിട്ടുണ്ടാകാം. ഗായ്സ് ഇതെന്ത് തന്നെ. അപ്പം എൻ്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ട് ഗായ്സ്. കാര്യം പറയാൻ ഇത്രയും നേരം അതിൻ്റെ അടുത്തോട് പോയിട്ട് കണ്ടില്ല. ഇപ്പോൾ ഞാൻ കണ്ണൂർ പോയിട്ട് പോകലായിരുന്നു. ഇന്ന് സദ്യ തിന്നാൻ നമുക്ക് ഗായ്സ്. വീട്ടിലാണെങ്കിൽ ഇന്നെന്താണോ ഞാൻ ചിലപ്പോൾ നാളായിട്ട് ഞാനിപ്പോൾ അപ്ലോഡിൻ്റെ കാര്യം പറയേണ്ട ആവശ്യം. ഞാൻ ആകാശത്ത് വല്ലതും വിളിച്ചിരിക്കുന്നു. ആകാശം എനിക്കങ്ങനെ കാണുന്നുണ്ട്. ഒരു മരബോജി തന്നെ. ഇതിപ്പോൾ എന്ത് വേൾഡ് തീർന്നു ഇത്ര പെട്ടെന്നായിട്ട്. തീരാൻ വഴിയില്ലല്ലോ. മൈൻക്രാഫ്റ്റ് ദൈവമേ എനിക്കൊരു ഡയമണ്ട് ഡയമണ്ട് വന്നില്ല. വല്ല ഇതെങ്കിലും തന്നാൽ മതി എനിക്ക്. ഇത് കയ്യെ ചൂട്ടി കയറ്റും. മഞ്ഞൾ വന്നില്ല. ഇവിടൊക്കെ വേൾഡ് അവസാനിച്ചോ? ഇങ്ങോട്ട് ഞങ്ങൾ മണ്ണൊക്കെ ചെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എഡിറ്റ് മാസ്റ്റർ റിഹാൻ്റെ വീഡിയോ പോയി കാണുക. അവിടെ ഉണ്ടാവും നല്ല നല്ല വീഡിയോസ് ആയിട്ട് അവൻ ഇന്ന് വരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ വ്ളോഗാണ്. അവനക്കൊരു വ്ളോഗുണ്ട്. അവൻ്റെ വ്ളോഗ് പോയി കാണുക നിങ്ങൾ വേണം. റെഡ് സ്റ്റോൺ അതിൻ്റെ അത് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ വേണം. ഇനിയിപ്പോൾ ഇതെടുക്കാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തേങ്ങയുടെ കൂടെ ഒഴിവാക്കി എന്തോന്ന് ആണ് ഇന്നും മൈനിങ് തുടങ്ങുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടി. ഈ അപ്പം അടുത്ത എന്തായിരിക്കും? ഡയമണ്ട് ആയിരിക്കും. അപ്പോൾ ഡയമണ്ടിലുള്ള പരിശീലനം തുടരുന്നത് തന്നെ ചെയ്യുന്നു. കോൾ അപ്പം ഇതെന്താ? ഒരു മാതിരി മറ്റോട്ട് ചതിപ്പോയിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇതാണെങ്കിലും ഡയമണ്ടിലേക്കുള്ള വഴിയെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ അയൺ പിക്കാക്സാണ് ഈ കാണുന്നത്. ചപ്പായി കിടക്കും. രണ്ടാമത്തെ അയൺ പിക്കാക്സ് പൊട്ടരുതേ എന്നാണ് എനിക്ക് പ്രാർത്ഥന. പക്ഷെ ഇത് പൊട്ടും. ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലോറിന് അങ്ങോട്ട് ഇറങ്ങാം. ഞാനത്ര വലിയ പ്രോന്നായിട്ട് ഞാനിപ്പോൾ ഇതിന് കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് നമുക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്ത് പോകാം. എപ്പോഴും ബുദ്ധിപരമായി ചിന്തിക്കാറില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ടൈം ഉണ്ടാവും. വലിയ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായോ എന്നും അറിയത്തില്ല. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. റെഡ് സ്റ്റോൺ ഡസ്റ്റ് അടുത്ത റെഡ് സ്റ്റോൺ ഡസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഞം കഴിക്കണം. എനിക്ക് വിശക്കുന്നു. ഡോരാ റെഡ് സ്റ്റോൺ ലാസ്റ്റ് ഇട്ടതാ. റെഡ് സ്റ്റോൺ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനിയും കാണാൻ പ്രതീക്ഷയിൽ മുഹമ്മദ് ആമിൽ റസാൻ. അപ്പോൾ നമുക്ക് തുടരാം. ഇനിയും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.